ജീവിതത്തിൽ ഇന്നേ വരെ കണ്ട ഫുട്ബോൾ ലോകത്തിലെ പല അധ്യായങ്ങൾക്കിടയിലും ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചെടുത്ത പേരായിരുന്നു റയൽ മാഡ്രിഡ്. കിരീടങ്ങൾ കൊണ്ടും താരസാന്നിധ്യങ്ങൾ കൊണ്ടും ആരാധകരുടെ പിന്തുണ കൊണ്ടും എന്നും അവർ വ്യത്യസ്തമായി നിലനിന്നിരുന്നു. പ്രവചനങ്ങൾക്കും മുൻവിധികൾക്കും മുകളിൽ മാഡ്രിഡിനെ വ്യത്യസ്തമാക്കുന്നത് അവർ അനർത്ഥമാക്കി വെച്ച ഓരോ തിരിച്ചുവരവുടെയും കഥകൾ കൊണ്ടായിരുന്നു. ഓരോ കിരീടങ്ങളും ഉയർത്തിനിൽപ്പുകളും രഹസ്യവുമെല്ലാം എന്നും അവർക്ക് വേണ്ടി സദാ സ്വയം സംസാരിക്കുന്നുണ്ട്. വെറുമൊരു മത്സരം കൊണ്ടോ അതോ എതിരാളിയായി മറ്റൊരാളി കാൽപന്ത് ലോകത്തുണ്ടെന്ന തെളിവുകളോ നിരത്തി ഒരിക്കലും വൈറ്റ് ഡെവിൾസ് എന്ന കിച്ചണിലേക്ക് കയറി കൊടുക്കുക എന്നത് യാഥാർത്ഥ്യത്തിൽ ബുദ്ധിശൂന്യത തന്നെയാണ്. കാരണം മൈതാനത്ത് റയൽ മാഡ്രിഡ് എന്ന ടീമിനെ പരാജയപ്പെടുത്തുക എന്നത് സർവ്വസീമകളെയും ലംഘിക്കുന്ന ബുദ്ധിമുട്ടേറിയ ഒന്നാണ് എന്ന് ലോകം പലകുറി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവർക്കെതിരെ കിരീടങ്ങളുടെ സാമ്രാജ്യം പണിതുയർത്തുവാൻ പ്രതീക്ഷയും ആഗ്രഹവും അഹങ്കാരവും ആത്മവിശ്വാസവുമായി പലരും അവർക്ക് മുന്നിൽ പലവട്ടം ചെന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം പലപ്പോഴും ഞാൻ കണ്ട കാഴ്ച മറ്റൊന്നാണ്. സർവ്വനിയമങ്ങളെയും ലംഘിച്ച് എതിരാളികളുടെ ആത്മാവിനെയും വിശ്വാസത്തെയും തകർത്ത് കളയുന്ന ബെർണബയുവിലെ വെളുത്ത ചെകുത്തന്മാരുടെ യഥാർത്ഥ രൂപവുമാണ്. ആരാധകരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഗലാക്ടിക്കോസ് നിമിഷങ്ങൾ തന്നെയായിരുന്നു. ആ പാരമ്പര്യം പിന്തുടർന്ന് ഇന്നും അവർ ആ ചരിത്രം ആവർത്തിക്കുന്നു. അതോടൊപ്പം ഞാനും ആ തുടർക്കഥയുടെ ഭാഗമാകുകയാണ്. യൂറോപ്യൻ കാൽപന്ത് കളിയുടെ രാജാക്കന്മാർ റയൽ മാഡ്രിഡ് ആണെന്ന സത്യം ഒരിക്കൽ കൂടി ഞാൻ സമ്മതിക്കേണ്ടി വരുന്നു. ഒട്ടേറെ അട്ടിമറികൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്ന എക്സിറ്റ് പോളുകളുടെ സന്തോഷങ്ങൾക്ക് മുകളിൽ റയൽ മാഡ്രിഡ് വെംബ്ലിയിൽ തങ്ങളുടെ 15ാമത് ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉയർത്തിപ്പിടിക്കുമ്പോൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒന്നുണ്ട്. കിരീടങ്ങളുടെ സാമ്രാജ്യങ്ങൾക്ക് മുകളിൽ ഉയർത്തുന്ന വെല്ലുവിളികൾക്കും പ്രവചനങ്ങൾക്കും എന്നും ഓർമ്മിക്കപ്പെടാനുള്ള അൽപായുസ് മാത്രമേ ഉണ്ടാകൂ എന്ന്. ഈ യൂറോപ്പിൽ ഒരു രാജാക്കന്മാരുള്ളൂ എന്നും അത് റയൽ മാഡ്രിഡ് ആണെന്നും രണ്ടാമതൊന്ന് ചിന്തിച്ചെടുക്കുവാനുള്ള അവസരം മറ്റൊരാൾക്ക് സൃഷ്ടിക്കണമെങ്കിൽ അത് വളരെ പാടേറിയ അവകാശ പത്രമാകുമെന്നും ചരിത്രത്തിൽ റയൽ മാഡ്രിഡ് ഇതോടുകൂടി കുറിച്ചു വെക്കുന്നുണ്ട്. പ്രസ്സിംഗ് ഗെയിമുകൾക്ക് പേരുകേട്ട ബൊറൂസിയ തുടക്കത്തിൽ തന്നെ റയൽ മാഡ്രിഡിന്റെ പ്രതിരോധം തകർക്കുവാൻ പലതവണ ശ്രമിച്ചിരുന്നുവെങ്കിലും കോട്രാവയുടെ തിരിച്ചുവരവെന്തിനാണെന്ന് അയാൾ പലകുറി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ആദ്യ പകുതിയിൽ ആധിപത്യം പൂർണ്ണമായി നഷ്ടപ്പെട്ട റയൽ മാഡ്രിഡ് രണ്ടാം പകുതിയിൽ തിരിച്ചു വന്നത് ഉറച്ച വിശ്വാസങ്ങളുമായിട്ടായിരുന്നു. മാഡ്രിഡിന്റെ യഥാർത്ഥ രൂപം കണ്ട വെംബ്ലിയിൽ തുടർച്ചയായ അറ്റാക്കുകൾക്കൊടുവിൽ 74ാം മിനിറ്റിൽ കർവഹാളിന്റെ ഹെഡറിലൂടെ റയൽ മാഡ്രിഡ് മുന്നിലേക്ക് എത്തുന്നു. ഏതാണ്ട് വിജയം ഉറച്ചെന്ന് കരുതിയെങ്കിലും അതുറപ്പിക്കുവാൻ ആ സംഖ്യ അവർക്ക് വർദ്ധിപ്പിക്കണമായിരുന്നു. പ്രതിരോധത്തിന് പിഴവുകൾ മുതലെടുത്ത് ബെല്ലിംഗ്ഹാം നൽകിയ അസിസ്റ്റിനെ അവരുടെ സ്ഥിരം വേട്ടക്കാരൻ ഗോളാക്കുന്നതിലൂടെ കിരീടം അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. തൻ്റെ സൈനിങ്ങിനെ മോശമായി ചിത്രീകരിച്ച വിമർശക ലോകത്തിന് മുന്നിൽ വിധി ആഘോഷിക്കപ്പെടുന്ന നിമിഷങ്ങൾ അതിലേറെ സുന്ദരമായിരുന്നു. ഒടുവിൽ വെംബ്ലിയുടെ മൈതാനം മാഡ്രിഡ് സ്റ്റാരകളുടെ ആഘോഷങ്ങൾ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. തങ്ങളുടെ 15ാം കിരീട നേട്ടം കാൽപന്ത് ലോകം മുഴുവൻ ആസ്വദിക്കുന്നു. 10 വർഷത്തെ തൻ്റെ യാത്രയുടെ അവസാന പതിപ്പ് സുന്ദരമാക്കുന്ന ടോണി ക്രൂസ്, 5ാമത് കിരീടം ഉയർത്തിപ്പിടിക്കുന്ന ആൻസെലോട്ടി, ആദ്യ കിരീടമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കുന്ന ജൂഡ് ബെല്ലിംഗ്ഹാം, വിമർശനങ്ങൾക്ക് കിരീടങ്ങൾ കൊണ്ട് മറുപടി എഴുതുന്ന വിനി ജൂനിയർ, തൻ്റെ ഇന്നേ വരെയുള്ള സേവനങ്ങളുടെ മറ്റൊരു പൂർണ്ണാധ്യായം അവസാനിപ്പിക്കുന്ന കർവഹാൾ, കൂടെ ലൂക്കാ മോഡ്രിച്ചും, ശരീരവും മനസ്സുമർപ്പിച്ച മറ്റു താരങ്ങളും. അത് റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് അവരുടെ ചരിത്രങ്ങൾ റീക്രിയേറ്റ് ചെയ്യും പോലെ ആ യാഥാർത്ഥ്യം അനുഭവിച്ചറിയുന്ന മാഡ്രിഡ് ജനതയുടെ ആനന്ദക്കണ്ണീർ വീണ് വെംബ്ലി ഈർന്നണിഞ്ഞുകൊണ്ട് ഇങ്ങനെ വായിക്കപ്പെട്ടു: ഇത് റയൽ മാഡ്രിഡാണ്. അവർക്ക് കീഴടക്കാൻ ഈ യൂറോപ്പിൽ ഇനി മറ്റൊന്നുമില്ല. അതെ, യൂറോപ്പിൻ്റെ ഒരേ ഒരു രാജാക്കന്മാർ.